എല്ലാവർക്കും ന്യൂക്ലിയസിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത ഒരു കുഞ്ഞു കാര്യമാണ്. എന്താണ്? നമുക്ക് പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കാം, നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കാം. ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കാം, ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ എടുക്കാം. അതേപോലെ ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. പക്ഷേ എന്താണ്, ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ എന്തെടുക്കാൻ പറ്റത്തില്ല? സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നെഗറ്റീവ് നമ്പറുടെ സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റാത്തതിന് അവിടെ വരുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് സ്ക്വയർ റൂട്ട് ഓഫ് -1ൻ്റെ ആൻസർ അറിയാമെങ്കിൽ നമുക്ക് ഏതൊരു നെഗറ്റീവ് നമ്പറിൻ്റെ എന്തെടുക്കാൻ പറ്റും? സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ റൂട്ട് ഓഫ് -1 ഈസ് ഈക്വൽ ടു i എന്ന് കൊടുക്കുന്നു. സ്ക്വയർ റൂട്ട് ഓഫ് -1 ഈസ് ഈക്വൽ ടു i എന്ന ഒരു ഇമാജിനറി സ്ക്വയർ റൂട്ട് ഓഫ് -1ൻ്റെ വില എന്ന് പറയുന്നത് i ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് -1ൻ്റെ വില i ആണ് എന്ന് നമ്മൾ കൊടുക്കുകയാണ്. അതൊരു എന്താണ്, മാത്തമാറ്റീഷ്യൻ എല്ലാം അക്സെപ്റ്റ് ചെയ്ത ഒരു വാല്യൂ ആണ്. ദാറ്റ് ഈസ് ആൻ ഇമാജിനറി വാല്യൂ. എൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അയോട്ട എന്നാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് -1ന് i എന്ന് പറയുന്ന എന്ത് കൊടുത്തു? വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഏതൊരു നെഗറ്റീവ് നമ്പറിൻ്റെയും സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആൻസറൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയ സ്ക്വയർ റൂട്ട് ഓഫ് -4. സ്ക്വയർ റൂട്ട് ഓഫ് -4 എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് ഓഫ് -1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് എഴുതാം, ആണല്ലോ. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് -1ൻ്റെ വില എന്താ? i. സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 4. എൻ്റെ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2i എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് വേണ്ട, പ്ലസ് മാത്രം മതി. 2i എന്ന് എഴുതാം. അതേപോലെ സ്ക്വയർ റൂട്ട് ഓഫ് -16. സ്ക്വയർ റൂട്ട് ഓഫ് -16 സിംപ്ലി നമുക്ക് എന്ത് എഴുതാം? 4i എന്ന് എഴുതാം. അതേപോലെ തന്നെ സ്ക്വയർ റൂട്ട് ഓഫ് -25. സ്ക്വയർ റൂട്ട് ഓഫ് -25 നമുക്ക് എന്ത് എഴുതാം? 5i എന്ന് എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് -2 നമുക്ക് റൂട്ട് 2i എന്ന് എഴുതാം. അപ്പോൾ നെഗറ്റീവ് നമ്പറുകളുടെയും എന്തെടുക്കാൻ പറ്റും? നമുക്ക് സ്ക്വയർ റൂട്ട് എടുക്കാൻ പറ്റും. നെഗറ്റീവ് നമ്പറുടെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ഈ വരുന്ന നമ്പർ ഞാൻ പറഞ്ഞു ഇതൊരു ഇമാജിനറി നമ്പറാണെന്ന് പറഞ്ഞു. സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പറാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എഴുതുന്ന നമ്പറുകളെല്ലാം ഒരു i ചേർന്ന് വരുന്ന നമ്പറുകളെല്ലാം എന്താണ്? ഇമാജിനറി നമ്പറാണ്. അപ്പോൾ നമുക്കൊരു വലിയ നമ്പർ സിസ്റ്റം, i ചേർന്ന് വരുന്ന ഒരു നമ്പർ സിസ്റ്റം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു നമ്പർ സിസ്റ്റത്തെ പറയുന്ന പേരാണെന്ത്? കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ നമ്പർ സിസ്റ്റത്തെ പറയുന്ന പേരാണ് കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. i ചേർന്ന് വരുന്ന നമ്പർ സിസ്റ്റം ഞാൻ പറഞ്ഞു അത് റിയൽ നമ്പറിനേക്കാളും വലുതാണ്. അപ്പോൾ ഈ i എന്ന് പറയുന്ന ഇമാജിനറി നമ്പറാണ്. i എന്ന് പറയുന്ന ഇമാജിനറി നമ്പർ ആയതുകൊണ്ട് ഈ നമ്പറുകളെല്ലാം ഇമാജിനറി നമ്പറുകളാണ്. അപ്പോൾ ഈ നമ്പർ സിസ്റ്റത്തെ പറയുന്ന പേരാണെന്ത്? കോംപ്ലക്സ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കോംപ്ലക്സ് നമ്പേഴ്സിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നു. ഒന്നും നോട്ട്ബുക്കിൽ എഴുതിയിട്ടില്ല. നമ്മൾ ചാപ്റ്ററിൻ്റെ പേരെഴുതുക. ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സൈഡ് ഹെഡിങ് കൊടുക്കുക കോംപ്ലക്സ് നമ്പേഴ്സ്. സൈഡ് ഹെഡിങ് കൊടുക്കുക കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ എഴുതാൻ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ എഴുതുവാണ് ലെറ്റസ് ഡിനോട്ട്. നിങ്ങൾ തൊട്ട് താഴെ എഴുതുക. ലെറ്റസ് ഡിനോട്ട് സ്ക്വയർ റൂട്ട് ഓഫ് -1 by, let us denote square root of -1 by the symbol i. Let us denote square root of -1 by the symbol i. Then we have I square equal to -1. Then we have I square equal to -1.
square root of minus 1 equal to I, then we have I square equal to minus 1. I square equal to, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ let us denote square root of minus 1. Let us denote square root of minus 1 by the symbol I. Square root of minus 1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് I ആണ്. അപ്പോൾ I സ്ക്വയറിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? -1 ആണ് എന്ന് ഓർക്കുക. I സ്ക്വയർ ഈക്വൽ ടു -1. ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ദെൻ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതാൻ പോവാണ്. ദെൻ തൊട്ട് താഴെ എഴുതുക, ദി നമ്പർ ഓഫ് ദി ഫോം, എ നമ്പർ ഓഫ് ദി ഫോം, എ നമ്പർ ഓഫ് ദി ഫോം, നിങ്ങൾ എഴുതിയെടുക്കുക, എ നമ്പർ ഓഫ് ദി ഫോം a plus ib, a number of the form a plus ib, comma, where a and b are real numbers. Where a and b are real numbers is defined to be a complex number. Is defined to be a complex number. ഇതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ. എല്ലാ കാര്യങ്ങളും ബോർഡിൽ എഴുതത്തില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്ട് മാത്രമാണ് ബോർഡിൽ എഴുതുന്നത്. ഞാൻ പറയത്തേ ഉള്ളൂ, നിങ്ങൾ എഴുതിയെടുക്കുക. ടെസ്റ്റ്, നിങ്ങൾ മാത്സിൻ്റെ ടെസ്റ്റ് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ടെസ്റ്റും കൂടെ സംഘടിപ്പിക്കുക. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എ നമ്പർ ഓഫ് ദി ഫോം എ പ്ലസ് ഐ ബി, a number of the form a plus ib where a and b are real numbers. ഈ എയും ബിയും, ഈ രണ്ട് നമ്പറും എന്താണ്? റിയൽ നമ്പർ ആയിരിക്കും. where a and b are real numbers is defined to be a complex number. അപ്പോൾ കോംപ്ലക്സ് നമ്പർ നമ്മൾ എന്താണെന്ന് ഇപ്പോൾ പഠിക്കുന്നേ ഉള്ളൂ. എന്താണ് കോംപ്ലക്സ് നമ്പർ? എ നമ്പർ ഓഫ് ദി ഫോം, എ നമ്പർ ഓഫ് ദി ഫോം a plus ib, a number of the form a plus ib where a and b are real numbers. where a and b are real numbers is defined to be a complex number. is defined to be a complex number. അപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഐയുടെ കാര്യങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഐ എന്ന് പറയുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് -1. സ്ക്വയർ റൂട്ട് ഓഫ് -1 ഈസ് ഈക്വൽ ടു ഐ. ദെൻ വി ഹാവ് ഐ സ്ക്വയർ ഈക്വൽ ടു -1. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലക്സ് നമ്പർ നമ്മളിപ്പോൾ നിങ്ങൾ എയും ബിയും എന്ത് നമ്പറുകളാണ്? എയും ബിയും റിയൽ നമ്പറുകളാണ് എന്ന് ഓർക്കുക. അപ്പോൾ എ നമ്പർ ഓഫ് ദി ഫോം എഴുതിയെടുക്കുക. എ നമ്പർ ഓഫ് ദി ഫോം a plus ib where a and b are real numbers is defined to be a complex number. is defined to be a complex number. ഓക്കെ, നമ്മൾ സാധാരണ കോംപ്ലക്സ് നമ്പറുകൾക്കും നമ്മൾ പേര് കൊടുക്കും. ഇസഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. സ്മോൾ ഇസഡ് ആണ്. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. ഇസഡ് എന്നും പറഞ്ഞാണ് കോംപ്ലക്സ് നമ്പറിന് നമ്മൾ പേര് കൊടുക്കുന്നത്. ഇസഡ് കോംപ്ലക്സ് നമ്പറിന്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സ് നമ്പറുകളിൽ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. അപ്പോൾ കോംപ്ലക്സ് നമ്പറുടെ ഡെഫിനേഷനെ ഓർക്കുക. A number of the form a plus ib where a and b are real numbers is defined to be a complex number. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ z ഈക്വൽ ടു 2 + 3i. ടെസ്റ്റിൽ i3 എന്നാണ് കൊടുക്കുന്നത്. നമുക്ക് പറയാൻ എളുപ്പത്തിന് z ഈക്വൽ ടു 2 + 3i. രണ്ട് നമ്പറുകളുണ്ടല്ലോ, എ പ്ലസ് ഐ ബിയിൽ രണ്ട് നമ്പർ ഉണ്ടല്ലോ. ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി വെയർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. നോക്കുക, എയും ബി എന്നൊക്കെ മനസ്സിലാവും. എ എത്രയാണ്? 2 ആണ്. ബി എന്ന് പറയുന്നത് 3 ആണ്. ഈ രണ്ട് നമ്പറുകളും എന്താണ്? റിയൽ നമ്പറുകളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു 2 + 3i ഒരു എക്സാമ്പിളാണ്. വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോവാണ്. തൊട്ട് താഴെ എഴുതുക. ഇസഡ് ഈക്വൽ ടു -1 + √3i. -1 + √3i. വേറൊരു എക്സാമ്പിൾ ഇസഡ് ഈക്വൽ ടു 4 - 1/11i. 4 - 1/11i. എല്ലാം റിയൽ നമ്പറുകളാണ്. ഇവിടെ നോക്കുക, ഇവിടെ എയുടെ വില എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ ബിയുടെ വില എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ എയുടെ വില -1 ആണ്. ബിയുടെ വില എന്ന് പറയുന്നത് √3 ആണ്. ഇവിടെ എയുടെ വില എന്ന് പറയുന്നത് 4 ആണ്. ബിയുടെ വില എന്ന് പറയുന്നത് നമ്മൾ ഇത് മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ബിയുടെ വില എന്ന് പറയുന്നത് -1/11 ആണ്. -1/11. അപ്പോൾ ഇതൊക്കെയാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. കുറേ എക്സാമ്പിളുകൾ നമ്മൾ എഴുതി. കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് എഴുതി. ഇനി കോംപ്ലക്സ് നമ്പറുകൾ എന്ന് പറയുന്നത് എന്താണ്? എ നമ്പർ ഓഫ് ദി ഫോം എ പ്ലസ് ഐ ബി വെയർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്.
ഈസ് ഡിഫൈൻഡ് ടു ബി എ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സാമ്പിൾ നമ്മൾ എഴുതി. ഇസഡ് ഈക്വൾ ടു ജനറൽ ഫോം ഇസഡ് ഈക്വൾ ടു എ പ്ലസ് ഐ ബി ആണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമ്മൾ എഴുതി. ഇസഡ് ഈക്വൾ ടു 2 + 3i, ഇസഡ് ഈക്വൾ ടു -1 + √3i, ഇസഡ് ഈക്വൾ ടു 4 + 1/11i എന്നൊക്കെ എഴുതി. ഇനി നമ്മൾ കോംപ്ലക്സ് നമ്പറിലെ മറ്റൊരു കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. കോംപ്ലക്സ് നമ്പറിനെ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 2 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എഴുതണ്ട. കൺസിഡർ എ കോംപ്ലക്സ് നമ്പർ. A complex number z equal to a plus ib. A complex number z equal to a plus ib, comma a is called the real part. A is called the real part. A പറയുന്ന പേരാണ് റിയൽ പാർട്ട് എന്ന് പറയും. റിയൽ പാർട്ട് ഞാൻ പറഞ്ഞു എയും ബിയും റിയൽ നമ്പറുകളാണ്. എയും ബിയും എന്താണ്? റിയൽ നമ്പറുകളാണ്. എയും ബിയും റിയൽ നമ്പറുകളാണ്. പക്ഷേ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എ കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി വെയർ എ ഈസ് കാൾഡ് the real part of z. റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഈ ഇസഡിൻ്റെ റിയൽ പാർട്ടിനെ പറയുന്ന പേരാണ് എ എന്ന് പറയുന്നത്. ഐ ഇല്ലാത്ത പാർട്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആണല്ലോ. അപ്പോൾ ഈ പാർട്ടിനെ പറയുന്ന പേരാണ് റിയൽ പാർട്ട് എന്ന് പറയാം. അപ്പോൾ എ കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി വെയർ എ ഈസ് കാൾഡ് ദി റിയൽ പാർട്ട് ഓഫ് ഇസഡ്, കോമ ഡിനോട്ടഡ് ബൈ RE of Z. Denoted by RE of Z. RE of Z എന്ന് വെച്ചാൽ റിയൽ പാർട്ട് ഓഫ് Z എന്നാണ്. RE of Z. അപ്പോൾ കോംപ്ലക്സ് നമ്പർ പഠിച്ചു. കോംപ്ലക്സ് നമ്പറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ പറയുന്ന പേരാണ് റിയൽ പാർട്ട് എന്ന് പറയും. ഫസ്റ്റ് പാർട്ടിനെ പറയുന്ന പേരാണ് റിയൽ പാർട്ട് ആണല്ലോ. അപ്പോൾ സെക്കൻഡ് പാർട്ടിനെ പറയുന്ന പേര്, സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ IB അല്ല, BA പറയുന്ന പേര്. എയും ബിയും നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ ഓർക്കുക. എ നമ്പർ ഈസ് ഓഫ് ദി ഫോം എ പ്ലസ് ഐ ബി വെയർ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. എയും ബിയും എന്താണ്? റിയൽ നമ്പേഴ്സാണ്. ദാറ്റ് നമ്പർ ഈസ് കാൾഡ് കോംപ്ലക്സ് നമ്പർ. ഇനി ആ കോംപ്ലക്സ് നമ്പറിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിൽ എ പറയുന്ന പേരാണ് വെയർ എ ഈസ് കാൾഡ് ദി റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആൻഡ് ഡിനോട്ടഡ് ബൈ RE ഓഫ് ഇസഡ്. ഇനി തൊട്ട് താഴെ എഴുതുക. ആൻഡ് ബി ഈസ് കാൾഡ് the imaginary part. B is called the imaginary part of Z. B എന്ന് പറയുന്നത് ഇസഡിൻ്റെ ഇമാജിനറി പാർട്ടാണ്. ബി ഐ അല്ല, ബി എന്ന് പറയുന്ന നമ്പർ. ഐ ഇല്ല, ബി എന്ന് പറയുന്ന നമ്പർ. ബി എന്ന് പറയുന്നത് അതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. ഡിനോട്ടഡ് ബൈ IM of Z. Denoted by IM of Z. Imaginary part of Z എന്നാണ് ഫുൾ ഫോം. ഡിനോട്ടഡ് ബൈ IM of Z. അപ്പം ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കി. ഒരു കോംപ്ലക്സ് നമ്പർ എടുത്താൽ ആ കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. റിയൽ പാർട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ RE of Z ഉം ഇമാജിനറി പാർട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ IM of Z. RE of Z ഉം IM of Z. അപ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നോക്കുക. നമ്മൾ ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ എന്ത് ഐ എഴുതണ്ട, ബി മാത്രം എഴുതിയാൽ മതി. ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും. അപ്പോൾ നമുക്ക് റിയൽ പാർട്ടിൻ്റെ ഇമാജിനറി പാർട്ടിനെ കുറിച്ച് നമുക്ക് എന്താണ് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് എടുത്തെന്ന് വിശ്വസിക്കുന്നു. എ കോംപ്ലക്സ് നമ്പർ Z equal to a plus IB where A is called the real part of Z and denoted by RE of Z and B is called the imaginary part of Z denoted by IM of Z. അപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം.
കുറച്ച് എക്സാമ്പിൾ, ഒരു 5 എക്സാമ്പിൾ നോക്കാം. അതിൽ നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ എടുക്കാം. എക്സാമ്പിൾ എന്ന് എഴുതുക. എക്സാമ്പിൾ നമ്പർ 1 z ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതി എന്തായിരുന്നു? 2 + 3i. 2 + 3i. 2 + 3i. അതിൻ്റെ RE of z നിങ്ങൾ എഴുതുക. RE of z. RE of z എത്രയെന്ന് എഴുതുക. അതേപോലെ IM of z എത്രയെന്ന് നിങ്ങൾ എഴുതുക. അത് രണ്ടാമത്തെ എക്സാമ്പിൾ. അത് നമ്മൾ നേരത്തെ എഴുതിയ z ഈക്വൽ ടു എന്താ? നമ്മൾ നേരത്തെ എഴുതിയതാ -1 + √3i. അവിടെ നിങ്ങൾ റിയൽ പാർട്ട് ഓഫ് ഇസഡും ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡും എഴുതുക. മൂന്നാമത്തെ എക്സാമ്പിൾ നമ്മൾ എഴുതി. മൂന്നാമത്തെ എക്സാമ്പിൾ എന്താ? 4 - 1/11i. അവിടെ നിങ്ങൾ RE of ഇസഡും IM of ഇസഡും എഴുതുക. ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ നോക്കുക. എൻ്റെ ആൻസർ എന്ന് വെച്ചാൽ A പറയുന്ന പേരാണ് എന്താ റിയൽ പാർട്ടെന്നും B പറയുന്ന പേരാണ് ഇമാജിനറി പാർട്ടെന്നും. കൂടെ I എഴുതരുത്. അപ്പോൾ നിങ്ങൾ ആൻസർ എഴുതി കാണും. റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഈക്വൽ ടു എന്താണ്? 2 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? √3 ആണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 4 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? -1/11 ആണ്. നെഗറ്റീവ് എടുക്കണം. നമ്മൾ ഇസഡ് ഈക്വൽ ടു A + IB എന്നാണ് എഴുതിയത്. കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് എടുത്ത് എഴുതണം. -1/11. ഇവിടെ 4. ഓക്കെ. അപ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നിങ്ങൾക്ക് എഴുതാൻ അറിയാം. രണ്ട് കണക്കൂടെ ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ എക്സാമ്പിളായിട്ട് തന്നെ എഴുതിയാൽ മതി. ഒരു 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇനി ക്വസ്റ്റ്യൻ മാത്രമേ എഴുതുന്നുള്ളൂ. ആൻസർ നിങ്ങൾ ചെയ്യാം. z ഈക്വൽ ടു 6 - 3i യും z ഈക്വൽ ടു -1 - 1/3i. ഇതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഞാൻ ആൻസർ എഴുതത്തില്ല, ആൻസർ പറയുള്ളൂ. അപ്പോൾ z ഈക്വൽ ടു 6 - 3iയുടെയും z ഈക്വൽ ടു -1 - 1/3iയുടെയും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? റിയൽ പാർട്ട് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ RE of z എന്ന് എഴുതുക. RE of z ഈക്വൽ ടു 6. IM of z ഇമാജിനറി പാർട്ട് IM of z ഈക്വൽ ടു എന്തെന്ന് എഴുതാം? IM of z ഈക്വൽ ടു -3 എന്ന് എഴുതാം. അതേപോലെ എന്താണ് റിയൽ പാർട്ട്? ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? -1ഉം ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? -1/3 ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും മനസ്സിലാക്കി. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം. കോംപ്ലക്സ് നമ്പറിൻ്റെ 2 പാർട്ട് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അറിയാം. 2 പാർട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും. ഇനി നമ്മൾ അടുത്ത ഒരു കാര്യം കൂടെ പഠിക്കാം. 2 കോംപ്ലക്സ് നമ്പറുകൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? 2 കോംപ്ലക്സ് നമ്പർ ഞാൻ എഴുതുകയാണ്. ജനറലായിട്ട് എഴുതുകയാണ്. Z1 ഈക്വൽ ടു A + IB. അതേപോലെ Z2 ഈക്വൽ ടു C + ID. നമ്പറൊക്കെ പറയുമ്പോൾ നമ്മൾ I ലാസ്റ്റാണ് പറയുന്നത്. 2 + 3i, 4 + 5i, അങ്ങനെയാണ് 5i ലാസ്റ്റ് പറയും. പക്ഷേ നമ്മൾ ഈ ഇംഗ്ലീഷ് ആൽഫബറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ I ആദ്യം പറയുന്നത് പറയാനുള്ള എളുപ്പത്തിലാണ്. A + IB, C + ID എന്നൊക്കെ പറയും. ഈ 2 കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആവണം. ഈ 2 കോംപ്ലക്സ് നമ്പറുകൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നതെന്ന് നമുക്ക് നോക്കാം. എപ്പോഴായിരിക്കും ഇവിടെ ഈക്വൽ ആവുന്നത്? ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ നമുക്കറിയാം ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് A ആണ്. ഇതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് B ആണ്. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് C ആണ്. അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് D ആണ്. ഓക്കെ. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറുകൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? ഇഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ ഇഫ് കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ എന്താവണം? ഈക്വൽ ആവണം. കറസ്പോണ്ടിങ് റിയൽ പാർട്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ റിയൽ പാർട്ടും അവിടുത്തെ റിയൽ പാർട്ടും ഈക്വൽ ആവണം. അതെന്താണ്? ഇഫ് എന്താണ്? A ഈക്വൽ ടു എന്താവണം? C ആൻഡ് B ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ എന്താവണം? ഈക്വൽ ആവണം.
അപ്പോൾ അത് നമ്മൾ നോട്ടായിട്ട് അങ്ങനെ എഴുതുക. നോട്ടായിട്ട് എഴുതുക. ഇഫ് നോട്ടായിട്ട് നിങ്ങൾ എഴുതുക. ടു കോംപ്ലക്സ് നമ്പേഴ്സ്. നോട്ടായിട്ട് നിങ്ങൾ എഴുതുക. ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 equal to A plus IB. Two complex numbers Z1 equal to A plus IB. Two complex numbers Z1 equal to A plus IB and Z2 equal to C plus ID. And Z2 equal to C plus ID. Two complex numbers Z1 equal to A plus IB and Z2 equal to C plus ID are equal if are equal if are equal if A equal to C and B equal to D. ഈ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആവണം. അപ്പോൾ അത് നോട്ടായിട്ട് എഴുതുക. അതിന് വെച്ചൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ടു കോംപ്ലക്സ് നമ്പേഴ്സ് ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ എന്താണ്? Z equal to A plus IB. Two complex numbers Z equal to A plus IB and two complex numbers Z1 equal to A plus IB and Z2 equal to C plus ID are equal. അത് ഈക്വൽ ആവുന്നത് if A equal to C. If A equal to C and B equal to D. എന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ എന്താവും? ഈക്വൽ ആവും. അപ്പോൾ നമ്മൾ പഠിച്ചത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പഠിച്ചു. എന്താണ് കോംപ്ലക്സ് നമ്പറിൻ്റെ രണ്ട് പാർട്ടുകൾ എന്ന് പറയുമ്പോൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച കാര്യം രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ എങ്ങനെയാണ് ഈക്വൽ ആവുന്നത് എന്ന് പഠിച്ചു. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. ടെസ്റ്റിനകത്തുള്ള ഫസ്റ്റ് പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ എഴുതുക. if 4x plus I into 3x minus y. If 4x plus I into 3x minus y equal to 3 minus 6i. Where x and y are real numbers. Where x and y are real numbers. x ഉം y ഉം റിയൽ നമ്പേഴ്സ് ആണ്. ഫുൾ സ്റ്റോപ്പ്. ബാക്കി നിങ്ങൾ എഴുതുക. then find the value of x and y. Where x and y are real numbers, full stop. Then find the value of x and y. x ൻ്റെ വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. then find the value of x and y. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്. if 4x plus I into 3x minus y. If 4x plus I into 3x minus y equal to 3 minus 6i. Where x and y are real numbers. Then find the value of x and y. x ൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ എഴുതിയല്ലോ എല്ലാവരും. ക്വസ്റ്റ്യൻ തന്നെ വായിക്കാം. if 4x plus I into 3x minus y equal to 3 minus 6i. Where x and y are real numbers, then find the value of x and y. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഗിവൺ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻസർ അതൊരു കോംപ്ലക്സ് നമ്പറാണ്. നോക്കുക, ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്, ഇതൊരു വേറൊരു കോംപ്ലക്സ് നമ്പറാണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതാണ് ഗിവൺ. അപ്പോൾ ഈ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഈക്വൽ ആണ് എങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. എന്താണ്? കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് ഏതാ? 4x plus I into 6 minus 3yയുടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 4x plus I into 3x minus y. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 4x ആണ്. അതേപോലെ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3 ആണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആയതുകൊണ്ട്
കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് റിയൽ പാർട്ടുകൾ ഈക്വേറ്റ് ചെയ്യാം. 4x ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 3 എന്ന് എഴുതാം. 4x ഈക്വൽ ടു 3 എന്ന് എഴുതാം. 4x ഈക്വൽ ടു 3 എന്ന് എഴുതിയാൽ നമുക്ക് അവിടെ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിക്കാം. വിച്ച് ഇംപ്ലൈസ്, അത് കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതാണ്, വിച്ച് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 3/4. എക്സ് ഇസ് ഈക്വൽ ടു 3/4. അപ്പോൾ നമുക്ക് 4x ഈക്വൽ ടു 3 എന്ന് എഴുതി അവിടെ നിന്ന് നമുക്ക് എക്സിൻ്റെ വില കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3/4 എന്ന് കിട്ടി. ഇനി അതേപോലെ കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആണ്. ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ടുകൾ ഈക്വൽ ആണ്. അപ്പോൾ ഇമാജിനറി പാർട്ടുകൾ നമുക്ക് ഏതെന്ന് നോക്കാം. ഇവിടെ ഐ ചേർന്ന് വരുന്ന പാർട്ടുകളാണ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. ഐ എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 3x - y ആണ്. 3x - y ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 6 എന്ന് മാത്രം എഴുതാൻ പറ്റത്തില്ല, നെഗറ്റീവ് ചേർത്ത് എഴുതണം, -6. അപ്പോൾ ഇമാജിനറി പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യാണ്. നമ്മളപ്പോൾ റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്തു. റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4x ഈക്വൽ ടു 3, അവിടെ നിന്ന് എക്സിൻ്റെ വില കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 3/4 എന്ന് കിട്ടി. അതേപോലെ നമുക്ക് ഇമാജിനറി പാർട്ട് നോക്കാം. ഇമാജിനറി പാർട്ടുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. 3x - y ഈക്വൽ ടു -6 എന്ന് എഴുതാം. ഇനി നമുക്ക് സിംപ്ലിഫിക്കേഷൻ, അതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് വൈയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. വൈയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വൈയുടെ വില കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ വില നമുക്ക് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ്? 3 × 3/4 - y ഈക്വൽ ടു -6. 3 × 3/4 - y ഈക്വൽ ടു -6. മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. 3 × 3 എന്താ? 9/4. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ, എന്താണ്? ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. 3 × 3/4, അതായത് ദാറ്റ് ഈസ് 9/4 - y ഈക്വൽ ടു -6. നമുക്ക് y ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ അങ്ങ് അപ്പുറം കൊണ്ടുപോകാം, അല്ലെങ്കിൽ y അങ്ങ് അപ്പുറം കൊണ്ടുപോയാലും മതി. എന്ത് ചെയ്യാം? നമുക്ക് y കണ്ടുപിടിക്കാം. അപ്പോൾ ഈ y അങ്ങ് അപ്പുറം കൊണ്ടുപോയിട്ട് ഈ -6 ഇനി ഇപ്പുറം കൊണ്ടുവരാം. അപ്പോൾ y അങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? +y ആവും. ഈ -6 ഇനി ഇപ്പുറം വരുമ്പോൾ എന്താവും? +6 ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാടെ? ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. 9/4 ഈ 6 ഇനി ഇപ്പുറം കൊണ്ടുവരികയാണ്. -6 ഇനി ഇപ്പുറം വരുമ്പോൾ +6 ആവും. +6 ഈക്വൽ ടു y എന്ന് വരും. 9/4 + 6 ഈക്വൽ ടു y എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഡിനോമിനേറ്റർ വന്നാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ എന്തൊരും? 9 പ്ലസ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 24 /4 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? y എന്ന് എഴുതാം. തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്തൊരു? 9 + 24 എത്രയാണ്? 33. 33/4 ഈക്വൽ ടു y എന്ന് എഴുതാം. അപ്പോൾ വൈയുടെ വില കിട്ടി. y ഈക്വൽ ടു എന്ത്? 33/4. അപ്പോൾ ഇതാണ് എക്സിൻ്റെ വൈയുടെ വില കണ്ടുപിടിക്കാനുള്ള ആൻസർ എന്ന് പറയുന്നത്. എക്സിൻ്റെ നമ്മളെന്താ? റിയൽ പാർട്ട് 4x ഈക്വൽ ടു 3 ആണ്. 4x ഈക്വൽ ടു എന്ത്? 3 എന്ന് എഴുതി. അവിടെ നിന്ന് എക്സ് ഈക്വൽ ടു എന്ത്? 3/4 എന്ന് എഴുതി. നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇമാജിനറി പാർട്ട് എന്താ? 3x - y ഈക്വൽ ടു -6 ആണ്. 3x - y ഈക്വൽ ടു -6 ആണെങ്കിൽ എക്സിൻ്റെ വില ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9/4 - y ഈക്വൽ ടു -6. 9/4 അവിടെ എഴുതി. 9/4 + 6 ഈക്വൽ ടു y. എന്താണ്? നമ്മൾ ഈ y അങ്ങ് അപ്പുറം കൊണ്ടുപോയി നമുക്ക് എങ്ങനെയാണോ ചെയ്യാം. വേണമെങ്കിൽ ഇതങ്ങ് അപ്പുറം കൊണ്ടുപോയാലും മതി. പോസിറ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഈ +y അങ്ങ് അപ്പുറം കൊണ്ടുപോയിട്ട് ഈ -6 ഇപ്പുറം കൊണ്ടുപോകുന്നു. 9/4 അവിടെ ഇട്ടിട്ട് ഈ -6 ഇപ്പുറം കൊണ്ടുവന്നു. 9/4 + 6 y അങ്ങ് അപ്പുറം കൊണ്ടുപോയി. അപ്പം 9/4 + 6 ഈക്വൽ ടു y. ഞാൻ ക്രോസ് ചെയ്തപ്പോൾ എന്ത് വന്നു? 9 + 24 /4 ഈക്വൽ ടു y. തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 33/4 ഈക്വൽ ടു y എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് എക്സിൻ്റെ വൈയുടെ വില കണ്ടുപിടിക്കാനുള്ള ആൻസർ. അപ്പോൾ എക്സിൻ്റെ വിലയും കിട്ടി, വൈയുടെ വിലയും കിട്ടി. ഓക്കെ. അപ്പോൾ നമുക്കിത് വെച്ചുള്ളൊരു ഹോംവർക്ക് കൂടെ ഞാൻ തരാം. നിങ്ങൾ ഹോംവർക്ക് കൂടെ ചെയ്യുക. ഹോംവർക്ക് തരട്ടെ? ടെസ്റ്റിനകത്തുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇത് വെച്ചുള്ളൊരു കുഞ്ഞ് ഹോംവർക്ക് കൂടെ തരാം. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എഴുതിക്കൊള്ളുക. ഇഫ് 2x plus 4x minus y is equal to 6 minus
അല്ലെ 6 പ്ലസ് 10 ആയി. ഇഫ് 2x പ്ലസ് 4x മൈനസ് വൈ ഈക്വൽ ടു എന്ത് 6 പ്ലസ് 10 ആയി. where x and y are real numbers, then find the value of x and y. അപ്പോൾ ഇത് ഹോംവർക്ക് ആയിട്ടൊന്ന് ചെയ്യാൻ നോക്കുക. നേരത്തെ പോലെ തന്നെ ഇക്വേറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് 2x 6 തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ഇമാജിനറി പാർട്ട് എന്താ 4x മൈനസ് വൈയും 10ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. ചെയ്ത് നോക്കുക. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊന്ന് റിവേഴ്സ് ചെയ്താൽ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പഠിച്ചു, എന്താണ് കോംപ്ലക്സ് നമ്പറിൻ്റെ 2 പാർട്ട് ഏതാണെന്ന് പഠിച്ചു, പിന്നെ കോംപ്ലക്സ് നമ്പറുകൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നതെന്ന് പഠിച്ചു. ആ ഈക്വൽ ആവുന്നതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഒരു പ്രോബ്ലം എന്താ ഹോംവർക്കായിട്ട് ഇട്ടിട്ടുണ്ട്, ചെയ്തുകൊണ്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ.